ഹലോ, ഗുഡ് മോർണിംഗ്. ഇക്കണോമിക്സ് ലളിതം രസകരം ക്ലാസ്സിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സിലായി മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മനോഹരമായി എടുത്തു കഴിഞ്ഞു. ഇന്ന് നമുക്ക് മൈക്രോ ഇക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്റർ, അതായത് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന പാഠം പഠിക്കാം. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പാഠമാണ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഒത്തിരി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന, ഒത്തിരി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു വലിയ പാഠമാണ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ആരാണ്, എന്താണ് കൺസംഷൻ എന്നതാവണം നമ്മളുടെ ആദ്യത്തെ ചർച്ച. ഹു ഈസ് എ കൺസ്യൂമർ ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസംഷൻ? A consumer is one who buys or purchases goods and services for his own satisfaction. നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതിനായിട്ട് നിങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓരോ കൺസ്യൂമേഴ്സാണ്. ഇനി എന്താണ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈ കൺസംഷൻ വി മീൻ ദ പ്രോസസ് ഓഫ് ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്ന ആ പ്രക്രിയയെയാണ് നമ്മൾ കൺസംഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇക്കണോമിക്സിൽ നമ്മൾ സാധാരണ റേഷണൽ കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാറുള്ളത്. ആരാണ് ഒരു റേഷണൽ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പോളത്തിൽ വളരെ യുക്തിസഹമായിട്ട് ഇടപെടുന്ന, തൻ്റെ ഉപഭോഗം നിർവഹിക്കുന്ന വ്യക്തിയെയാണ് നമ്മളൊരു റേഷണൽ കൺസ്യൂമർ എന്ന് പറയുന്നത്. എ റേഷണൽ കൺസ്യൂമർ ഈസ് വൺ ഹു സ്പെൻഡ്സ് ഹിസ് ഈച്ച് പെന്നി ഇൻ എ വേ ദാറ്റ് ഗിവ്സ് ഹിം മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. തൻ്റെ ഓരോ ചില്ലിക്കാശ് ചെലവഴിക്കുമ്പോഴും പരമാവധി സംതൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഉപഭോക്താവിനെയാണ് നമ്മൾ റേഷണൽ കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. എ റേഷണൽ കൺസ്യൂമർ ഈസ് കൺസിഡേർഡ് ടു ബി ദാറ്റ് പേഴ്സൺ ഹു മേക്സ് റേഷണൽ കൺസംഷൻ ഡിസിഷൻസ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ദ റേഷണൽ കൺസ്യൂമർ ഹു മേക്സ് ഹിസ് ചോയ്സ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ്. എനിക്ക് ലഭ്യമായിട്ടുള്ള എത്രയോ വസ്തുക്കളിൽ നിന്നും ഏറ്റവും സംതൃപ്തി ലഭിക്കുന്ന വസ്തു തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ഒരു റേഷണൽ കൺസ്യൂമർ, ഒരു യുക്തിസഹമായ ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ ഒരു റേഷണൽ കൺസ്യൂമർ വളരെ സമർത്ഥമായി എങ്ങനെയാണ് തൻ്റെ ഉപഭോഗം നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഓരോ കൺസ്യൂമറും എത്രയോ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഞാനും നിങ്ങളും എത്രയോ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ ഇക്കണോമിക്സിൻ്റെ വിശകലനം ലളിതമാക്കാൻ വേണ്ടിയിട്ട്, ഫോർ ദ സിംപ്ലിസിറ്റി വി അസ്യൂം എ കൺസ്യൂമർ കൺസ്യൂംസ് ഓൺലി 2 ഗുഡ്സ്. ഒരു ഉപഭോക്താവ് ആകെ 2 വസ്തുക്കൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ എന്നാണ് ഇക്കണോമിക്സ് സങ്കല്പിക്കുന്നത്. കാരണം നമ്മളുടെ വിശകലനം വളരെയധികം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എ കൺസ്യൂമർ ബൈസ് ഓറഞ്ചസ് ആൻഡ് ആപ്പിൾ. നമ്മളുടെ ഉപഭോക്താവ് ആകെ വാങ്ങിക്കുന്നത് 2 വസ്തുക്കളാണ്, ഓറഞ്ചും ആപ്പിൾ. ഓറഞ്ച് ആൻഡ് ആപ്പിൾ. ഇൻ ജനറൽ, X1 denotes the quantity of orange. X1 സൂചിപ്പിക്കുന്നത് ഓറഞ്ചിൻ്റെ അളവിനെയാണ്. X2 denotes the quantity of apple. X2 സൂചിപ്പിക്കുന്നത് ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റിയെയാണ്. X1, X2 എന്താ അർത്ഥമാക്കുന്നത്? ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ചസ്. X2 denotes how much quantities of apple. അല്ലേ? ഇനി 6, 7 എന്താ അർത്ഥമാക്കുന്നത്? 6 യൂണിറ്റ് ഓറഞ്ചും 7 യൂണിറ്റ് ആപ്പിളും. 8, 9. What do you mean by this combination? 8 units of orange and 9 units of apple. Then 10, 11 എന്താ അർത്ഥമാക്കുന്നത്? 10 units of orange and 11 units of apple. ഇല്ലേ? ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം 2 വസ്തുക്കളുടെ വിവിധ ചേരുവകൾ ഇഷ്ടംമാതിരി ലഭ്യമാണ്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് കമ്പോളത്തിൽ ലഭ്യമായിട്ടുള്ള 2 വസ്തുക്കളുടെ വിവിധ ചേരുവകളെയാണ് നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കുന്നത്. അതിനെയാണ് കൺസ്യൂമർ ബണ്ടിൽ, ഉപഭോക്താവിൻ്റെ ബണ്ടിലുകൾ എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ എ കൺസ്യൂമർ ബണ്ടിൽ?
വളരെ നിസ്സാരമാണ്, വളരെ ലളിതമാണ്. എന്താ? എനി കോമ്പിനേഷൻ ഓഫ് 2 bundles അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് ഈസ് കോൾഡ് എ കൺസ്യൂമർ ബണ്ടിൽ. ഒരു ഉപഭോക്താവിന് ലഭ്യമായിട്ടുള്ള 2 വസ്തുക്കളുടെ വിവിധ കോമ്പിനേഷൻസിനെയാണ്, വിവിധ സംയോഗത്തെയാണ് ഒരു കൺസ്യൂമർ ബണ്ടിൽ, ഒരു ഉപഭോക്താവിൻ്റെ ബണ്ടിലുകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ 6, 7, 8, 9, 10, 11, 15, 16 ഇങ്ങനെ ഒട്ടനവധി ബണ്ടിലുകൾ ഒരു വ്യക്തിക്ക് ലഭ്യമല്ലേ? ഇതിൽ നിന്നും ഏറ്റവും സംതൃപ്തി ലഭിക്കുന്നത്, ഏറ്റവും അനുയോജ്യമായത് അയാൾ വാങ്ങിക്കും. ഇതിനെയാണ് നമ്മൾ ഒരു കൺസ്യൂമറുടെ പെരുമാറ്റം, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. തനിക്ക് ലഭ്യമായ ഒരു കൂട്ടം ബണ്ടിലുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഒരു കൺസ്യൂമറുടെ പെരുമാറ്റം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു ഉപഭോക്താവിൻ്റെ പെരുമാറ്റം വിശദീകരിക്കുന്നതിനായിട്ട് ഇക്കണോമിക്സിൽ 2 തരത്തിലുള്ള സമീപനങ്ങൾ, 2 തരത്തിലുള്ള അപ്രോച്ചസുകൾ സ്വീകരിക്കാറുണ്ട്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അഥവാ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. അടുത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അഥവാ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇക്കണോമിക്സിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കണം. ഉപയുക്തത എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ യൂട്ടിലിറ്റി? നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? അതെ, നമുക്ക് സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സംതൃപ്തി ലഭിക്കുന്ന വസ്തുക്കൾ മാത്രമല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഒരു വസ്തുവിന് നമ്മളുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ശേഷിയുണ്ട് എങ്കിൽ, കഴിവുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആ വസ്തു വാങ്ങിക്കുകയുള്ളൂ. ഒരു വസ്തുവിന് നമ്മുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള അതിൻ്റെ ശേഷിയെ, അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വാട്ട് ഡു യു മീൻ ബൈ യൂട്ടിലിറ്റി എന്നൊക്കെ ചോദിക്കും. Want satisfying capacity of a commodity is called utility. Want satisfying capacity of a commodity is called utility. ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെ, ശേഷിയെയാണ് നമ്മൾ യൂട്ടിലിറ്റി അഥവാ ഉപയുക്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഒരു വസ്തുവിന് നമ്മളുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ശേഷി കൂടുതലാണ് എങ്കിൽ നമ്മളത് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും, കൂടുതലായിട്ട് വാങ്ങിക്കും ഇല്ലേ? ശരി. ഇനി ഒരു വസ്തുവിൻ്റെ യൂട്ടിലിറ്റി, അതായത് നമ്മളുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള അതിൻ്റെ കഴിവ് കുറവാണെങ്കിലോ കൂടുതൽ വാങ്ങിക്കുമോ? ഇല്ല, നമ്മൾ കുറച്ചേ വാങ്ങിക്കുള്ളൂ. ഇനി ഒരു വസ്തുവിന് നമ്മളുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനായിട്ട് കഴിവില്ല എങ്കിൽ നമ്മളത് വാങ്ങിക്കുമോ? ഇല്ല. നമ്മളൊക്കെ ആരാണ്? റേഷണൽ കൺസ്യൂമേഴ്സാണ്. ഓരോ റേഷണൽ കൺസ്യൂമേഴ്സും തൻ്റെ ഓരോ ചില്ലിക്കാശ് ചെലവഴിക്കുമ്പോഴും അതിൽ നിന്നും അയാളുടെ സംതൃപ്തി പരമാവധിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ യൂട്ടിലിറ്റി ഇല്ലാത്തൊരു വസ്തു നമ്മൾ വാങ്ങിക്കുമോ? വാങ്ങിക്കില്ല. അങ്ങനെ വരുമ്പോൾ യൂട്ടിലിറ്റി അല്ലേ ഒരു വസ്തു കൂടുതലായിട്ട് വാങ്ങിക്കണോ, അല്ല കുറച്ച് വാങ്ങിച്ചാൽ മതിയോ, ഇനി അല്ല വാങ്ങിക്കണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം? അപ്പോൾ നമുക്ക് നിശ്ചയമായും പറയാം, യൂട്ടിലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ് അല്ലേ? ഇഫ് എ കമ്മോഡിറ്റി possess greater utility then we will buy more amount of that commodity അല്ലേ? If a commodity possess lesser utility then we will buy only lesser amount of that commodity. If a commodity doesn't have any utility then we will not buy that commodity at all. അപ്പോൾ ഒരു വസ്തു കൂടുതൽ വാങ്ങണോ കുറച്ച് വാങ്ങണമോ ഇനി വാങ്ങണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന യൂട്ടിലിറ്റിക്ക് അനുസരിച്ചാണ്. സോ പ്രിസൈസ്ലി വി ക്യാൻ സേ യൂട്ടിലിറ്റി ഈസ് ദി ബേസിസ് ഓഫ് ഡിമാൻഡ്. ഇനി നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. യൂട്ടിലിറ്റി അളക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു സമീപനമാണ്, അപ്രോച്ചാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് ആൽഫ്രഡ് മാർഷൽ. ദ ഇമ്പോർട്ടൻ്റ് പ്രൊപ്പോണൻ്റ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ആൽഫ്രഡ് മാർഷൽ. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ
യൂട്ടിലിറ്റി നമുക്ക് കാർഡിനൽ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എന്താണ് കാർഡിനൽ നമ്പേഴ്സ്? വാട്ട് ഡു യു മീൻ ബൈ കാർഡിനൽ നമ്പേഴ്സ്? 1, 2, 3, 4 etc. are cardinal numbers. So you can express the utility of a commodity in cardinal numbers. According to Alfred Marshall, the proponent of cardinal utility analysis argues that the utility of a commodity can be measured in cardinal numbers. The utility of a commodity can be measured in cardinal numbers. ഒരു വസ്തുവിൻ്റെ ഉപയുക്തത നമുക്ക് കാർഡിനൽ നമ്പറുകളിലായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും എന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ വക്താക്കൾ സൂചിപ്പിക്കുന്നത്, എസ്യൂം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മാരുതി എർട്ടിഗ കാർ ഗിവ്സ് 5000 യൂട്ടിൽസ് ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിൽസ് എന്നാണ് യൂട്ടിലിറ്റിയുടെ യൂണിറ്റ് അറിയപ്പെടുന്നത്. Innova Cresta gives 8000 utils of utility. ഇങ്ങനെ ഓരോ വസ്തുവിൻ്റെയും നമുക്ക് ലഭിക്കുന്ന ഉപയുക്തത, യൂട്ടിലിറ്റി കാർഡിനൽ നമ്പേഴ്സിൽ പറയാനായിട്ട് പറ്റും. മാരുതി എർട്ടിഗ കാറിന് 5000 നമുക്ക് കിട്ടുന്ന സംതൃപ്തി. 5000 ഈസ് എ കാർഡിനൽ നമ്പർ. Innova Cresta gives 8000 utils of utility. 8000 is a cardinal number. ഇങ്ങനെ ഓരോ വസ്തുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന യൂട്ടിലിറ്റി കാർഡിനൽ നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അഥവാ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇനി മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ടോട്ടൽ യൂട്ടിലിറ്റി. TU stands for total utility. എന്താണ് മൊത്ത ഉപയുക്തത? വാട്ട് ഡു യു മീൻ ബൈ ടോട്ടൽ യൂട്ടിലിറ്റി? നമ്മൾ ഉപഭോഗം ചെയ്തിട്ടുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും കൂടിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ആകെ ഉപയുക്തതയെ നമുക്ക് മൊത്ത ഉപയുക്തത അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. ഈ കാര്യം നമുക്ക് ഒരു എക്സാമ്പിളിൽ കൂടി കൂടുതൽ വ്യക്തമാക്കാം. ഞാൻ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നു, അതിൽ നിന്നും എനിക്ക് 10 യൂട്ടിൽസ് ഓഫ് യൂട്ടിലിറ്റി ലഭിക്കുന്നു. ആദ്യത്തെ വസ്തുവിൽ നിന്നും എനിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 10 യൂട്ടിലിറ്റി ലഭിച്ചിരിക്കുന്നു. എൻ്റെ മൊത്തം ഔട്ട്പുട്ട് എത്രയാണ്? ഞാൻ കൺസ്യൂം ചെയ്തിട്ടുള്ള മൊത്തം ബിസ്ക്കറ്റ് എത്രയാണ്? ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ എത്രയാണ്? 1 യൂണിറ്റ്. അതിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 10 യൂണിറ്റ്സ്. അപ്പോൾ ഇതാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി ഞാൻ ഒന്നും കൂടി വാങ്ങിക്കുകയാണ്, രണ്ടാമതായിട്ട് ഒന്നും കൂടി വാങ്ങിക്കുകയാണ്. അതിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത് 8 യൂട്ടിൽസ് ആണ്. ടോട്ടൽ യൂണിറ്റ് ഓഫ് കൺസംഷൻ ഇപ്പം എത്രയായി? 2 ആയി. ആദ്യത്തേതിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്? 10. രണ്ടാമത്തതിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ട്? 8. രണ്ടിൽ നിന്നും കൂടി 10 + 8 എത്രയുണ്ട്? 18. ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ എത്രയാണ്? 2 യൂണിറ്റ് ബിസ്ക്കറ്റാണ്. എത്രയാണ് ടോട്ടൽ യൂട്ടിലിറ്റി? 18 ആണ്. ഇനി മൂന്നാമതൊരു ബിസ്ക്കറ്റും കൂടി വാങ്ങിക്കുന്നു, അതിൽ നിന്നും എനിക്ക് 6 യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. ആദ്യത്തതിൽ നിന്നും 10 ലഭിച്ചു, രണ്ടാമത് വാങ്ങിച്ചപ്പോൾ 8 ലഭിച്ചു, അങ്ങനെ മൊത്തം 18 യൂട്ടിലിറ്റി 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടി. 3 വാങ്ങിച്ചപ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ എത്രയാണ്? 3 ആണ്. ഈ 3ൽ നിന്നും എനിക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് എത്രയാണ്? ഒന്നാമത്തതിൽ നിന്ന് 10 പ്ലസ് രണ്ടാമത്തതിൽ നിന്ന് 8 ഈസിക്കൽ ടു 18 പ്ലസ് മൂന്നാമത്തതിൽ നിന്ന് 6 പ്ലസ് 6 ഈസിക്കൽ ടു 24. 24 stands for total utility. 3 is the entire units of consumption. ഞാൻ 1 യൂണിറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള മൊത്തം യൂട്ടിലിറ്റി 10 ആണ്. ഞാൻ 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ 2ൽ നിന്നും കൂടി എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന യൂട്ടിലിറ്റി 18 ആണ്. ഞാൻ 3 ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ 3ൽ നിന്നും കൂടി എനിക്ക് ലഭിച്ചിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 24 ആണ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി എൻറ്റയർ യൂണിറ്റ് ഓഫ് കൺസംഷൻ ഓർ ദി ഹോൾ യൂണിറ്റ് ഓഫ് കൺസംഷൻ.
അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി ഓൾ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ ഓർ എൻറ്റയർ യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ. നമ്മൾ ഉപഭോഗം ചെയ്തിട്ടുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ആകെ ഉപയുക്തതയെയാണ് മൊത്തം ഉപയുക്തത അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരു വസ്തു കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അധിക ഉപയുക്തതയെ മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നു. അഡീഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം an extra unit of consumption is called marginal utility. നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് കോളം ബിസ്ക്കറ്റ്, സെക്കൻഡ് കോളം ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് ലാസ്റ്റ് കോളം മാർജിനൽ യൂട്ടിലിറ്റി. വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ് 0 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ഇല്ല. ഇനി നമ്മൾ വാങ്ങിക്കുന്നത് 1 യൂണിറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നപ്പോൾ ഇനി നമ്മൾ വാങ്ങിക്കുന്നത് ആദ്യത്തെ ബിസ്ക്കറ്റ് ആണ്, ഫസ്റ്റ് യൂണിറ്റ് ആണ്, ഒന്നാമത്തെ യൂണിറ്റ് ആണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് 10 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി. 10 യൂട്ടിൽസ് ഓഫ് യൂട്ടിലിറ്റി കിട്ടി. ഇതല്ലേ ഈ ഒരു എഡീഷണൽ യൂണിറ്റ്, 0-ൽ നിന്നും 1-ലേക്കുള്ള എഡീഷണൽ യൂണിറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അധിക യൂട്ടിലിറ്റി. അപ്പോൾ 10 നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ? ഒരു വസ്തു മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ആ വസ്തുവിൽ നിന്ന് നമുക്ക് ആകെ ലഭിച്ചിട്ടുള്ള യൂട്ടിലിറ്റി എത്ര തന്നെയാണ്? 10 തന്നെയാണ്. എങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. നാം ഒരു ബിസ്ക്കറ്റും കൂടി വാങ്ങിക്കുകയാണ്. രണ്ടാമത്തെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. രണ്ടാമത്തെ ബിസ്ക്കറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അഡീഷണൽ യൂട്ടിലിറ്റി ഇവിടെ 8 ആണെന്ന് വെക്കുക. ആദ്യത്തേതിൽ നിന്ന് നമുക്ക് 10 കിട്ടി, രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അങ്ങനെ രണ്ടിൽ നിന്നും കൂടി നമുക്ക് എത്ര കിട്ടി? 10 + 8 ഈസിക്കൽ എത്ര കിട്ടി? 18 കിട്ടി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ എത്രയാണ്? 18 ആണ്. രണ്ടാമത്തെ എഡീഷണൽ യൂണിറ്റിൽ നിന്നും നമുക്ക് കിട്ടിയ അധിക യൂട്ടിലിറ്റി ഇവിടെ എത്രയാണ്? 8 ആണ്. ഇനി മൂന്നാമതായിട്ട് ഒരു അധിക യൂണിറ്റ് കൂടി വാങ്ങിക്കുകയാണ് എങ്കിൽ നമുക്ക് 6 യൂട്ടിലിറ്റി കിട്ടുന്നുവെങ്കിൽ 6 ആണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പൊ എത്ര യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്? മൊത്തം 3 വാങ്ങിച്ചിട്ടുണ്ട്. മൂന്നാമത്തേതിൽ നിന്നും നമുക്ക് കിട്ടിയത് എത്രയാണ്? 6 ആണ്. അതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ആദ്യത്തെ യൂണിറ്റിൽ നിന്നും 10 യൂട്ടിലിറ്റി കിട്ടി. ഒരൊറ്റ വസ്തുവാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ടോട്ടൽ യൂട്ടിലിറ്റി എത്ര തന്നെയാണ്? 10 തന്നെയാണ്. രണ്ടാമത്തെ വസ്തു വാങ്ങിച്ചപ്പോൾ നമുക്ക് അധികമായി ലഭിച്ചിട്ടുള്ളത് എത്രയാണ്? 8 ആണ്. രണ്ടിൽ നിന്നും കൂടിയിട്ട് 10 + 8 എത്ര കിട്ടി? 18 ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി. അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. ഇനി മൂന്നാമത്തെ ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോഴോ നമുക്ക് മൂന്നാമത്തെ എഡീഷണൽ യൂണിറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അധിക യൂട്ടിലിറ്റി എത്രയാണ്? 6 ആണ്. 3-ൽ നിന്നും കൂടിയിട്ട് 10 + 8 + 6 എത്ര കിട്ടി? 24. ടോട്ടൽ യൂട്ടിലിറ്റി എത്ര കിട്ടി? 24 കിട്ടി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ മാർജിനൽ യൂട്ടിലിറ്റി. എല്ലാ മാർജിനൽ യൂട്ടിലിറ്റിയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി. ഒന്നാമത്തെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു mu1 + mu2 ഈസ് ഈക്വൽ ടു 10 + 8 ഈസ് ഈക്വൽ ടു 18. മൂന്നാമത്തെ യൂണിറ്റ് വാങ്ങിക്കുകയാണ് എങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും? 10 + 8 + 6 ഈസ് ഈക്വൽ ടു 24. 10 + 8 + 6 ഈസ് ഈക്വൽ ടു 24. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ മാർജിനൽ യൂട്ടിലിറ്റി.
ഇനി നാലാമതൊരു യൂണിറ്റ് വാങ്ങിക്കുകയാണെന്ന് വെച്ചോളൂ. എങ്കിൽ പറയൂ, ഇവിടെ 28 ആയിട്ടുണ്ട്. നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി 28 ആയിട്ടുണ്ട്. 3 എണ്ണം വാങ്ങിച്ചപ്പോൾ 24 ആയിരുന്നു. 4 എണ്ണം വാങ്ങിച്ചപ്പോൾ എത്രയായി? 28 ആയിട്ടുണ്ട്. എങ്കിൽ നാലാമത്തെ യൂണിറ്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള എഡീഷണൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും? 4 ആയിരിക്കും. എത്രയായിരിക്കും? 4 ആയിരിക്കും. നാലാമത്തെ യൂണിറ്റിൽ നിന്നും നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 4. അപ്പോൾ ഈ 4ൽ നിന്നും കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 26. 10 പ്ലസ് 8 ഈസിക്കൽ ടു 18 പ്ലസ് 6 ഈസിക്കൽ ടു 24 പ്ലസ് 4 ഈസിക്കൽ ടു 28. സോ ടോട്ടൽ യൂട്ടിലിറ്റി ഈസിക്കൽ ടു mu1 പ്ലസ് mu2 പ്ലസ് mu3 പ്ലസ് mun. ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? mun. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഫോർമുല എന്താണ്? TU ഈസിക്കൽ ടു സിഗ്മ mu. ഇനി മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് പരിചയപ്പെടാം. mu ഈസിക്കൽ ടു TUN മൈനസ് TUN മൈനസ് 1. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂംഡ്. എത്രമാത്രം ഉൽപ്പന്നങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ആണെങ്കിൽ n എത്രയാണ്? 1 ആണ്. 2 ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ n എത്രയാണ്? 2 ആണ്. 4 ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ n എത്രയാണ്? 4 ആണ്. എത്രയാണോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കൺസംഷനെയാണ് നമ്മൾ n കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക. നമ്മൾ 4 എണ്ണം വാങ്ങിക്കുന്നതെങ്കിൽ n എത്രയാണ്? 4 ആണ്. ഇവിടെ TUN എത്രയാണ്? 28 ആണ്. TUN ഈസിക്കൽ ടു 28. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 4 ആണ്. മൈനസ് TUN മൈനസ് 1 എന്ന് വെച്ചാൽ 4 മൈനസ് 3 ഈസിക്കൽ ടു 3. 3ലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 24. TUN എത്രയാണ്? 28 ആണ്. TUN മൈനസ് 1, 4 മൈനസ് 1, 3. 3 എന്ന് പറയുന്ന ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ 3 ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 24 ആണ്. അതാണ് എന്ത്? TUN മൈനസ് 1, 24 ഈസിക്കൽ ടു എത്രയാണ്? ഈസിക്കൽ ടു 4. അപ്പോൾ ഇവിടെയുള്ള മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 4 ആണ്. ഇനി നമ്മൾ വാങ്ങിക്കുന്നത് 3 യൂണിറ്റ് ആണെന്ന് വെച്ചോ. എങ്കിൽ TUN എത്രയാണ്? 3 ആണ്. TUN എത്രയാണ്? 3 ആണ്. TUN ഈസിക്കൽ ടു 3. 3ൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 24 ആണ്. മൈനസ് TUN മൈനസ് 1. 3ൽ നിന്ന് 1 കുറയ്ക്കണം. 2. 2 എണ്ണം വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 18. TUN മൈനസ് 1 എത്രയാണ്? 18 ഈസിക്കൽ ടു 18. അപ്പോൾ എത്ര കിട്ടി? 24ൽ നിന്നും 18 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. ഇതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു TUN മൈനസ് TUN മൈനസ് 1. ഓക്കെ, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓരോ വസ്തുക്കളാണ് നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നതെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. What is the rate of change of total utility here? 18 minus 10 is equal to 8. What is the rate of change of total utility here? 24 minus 8 is equal to 6. What is the rate of change of total utility here? 28 minus 4 is equal to 4. So this is called marginal utility. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.